അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ദേവാംഗന പി, 8th A. ഞാൻ ശ്രീലക്ഷ്മി മനോഹർ, 8th D. ഇന്ന് ജനുവരി 28. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകനായിരുന്ന ലാലാ ലജ്പത് റായ് 1865 ജനുവരി 28 ജനിച്ചത്. വിദ്യാഗീതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ലാലാ ലജ്പത് റായിയെ കുറിച്ചുള്ളതാണ്. ബ്രിട്ടീഷ് രാജ്യത്തിനെതിരെയുള്ള രാഷ്ട്രീയ പടനീക്കത്തിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. അടുപ്പമുള്ളവർ ലാലാജി എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. പഞ്ചാബിലെ സിംഹം എന്ന അപരനാമത്തിലും അറിയപ്പെട്ടിരുന്നു ഇദ്ദേഹം. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനി എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. ലാൽ പാൽ ബാൽ ത്രയത്തിലെ ഒരംഗം ലാലാ ലജ്പത് റായ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ദുധികെ എന്ന സ്ഥലത്താണ് ലാല ജനിച്ചത്. രാധാകിഷൻ ആസാദും ഗുലാബ് ദേവിയുമായിരുന്നു മാതാപിതാക്കൾ. ഹിന്ദു മതത്തിലെ പ്രമുഖരായവരുടെ പേരിനു കൂടെ ചേർക്കുന്ന പദമായിരുന്നു ലാല എന്നത്. ഇപ്പോഴത്തെ ഹരിയാന സംസ്ഥാനത്തിലുള്ള രവാരി എന്ന സ്ഥലത്തുള്ള സ്കൂളിലായിരുന്നു ലാലാ ലജ്പത് റായിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം. ഈ പ്രദേശം മുമ്പ് പഞ്ചാബിലായിരുന്നു. ഈ സ്കൂളിലെ ഒരു ഉറുദു അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് രാധാകിഷൻ. ആര്യ സമാജത്തിന്റെ പ്രവർത്തകനായിരുന്നു ലാലാ ലജ്പത് റായ്. സമാജത്തിന്റെ മുഖപത്രമായിരുന്ന ആര്യ ഗസറ്റിന്റെ പത്രാധിപരും കൂടിയായിരുന്നു അദ്ദേഹം. ലാഹോറിൽ നിയമ പഠനത്തിനു ശേഷമായിരുന്നു ലാല കോൺഗ്രസിൽ പ്രവർത്തകനായി ചേരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളിൽ പഞ്ചാബിൽ നിന്നുമുള്ള മുന്നേറ്റങ്ങളെ നയിച്ചിരുന്നത് ലാല ആയിരുന്നു. 1907 മെയ്യിൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിചാരണ കൂടാതെ ബർമയിലേക്കു നാടുകടത്തി. റായ്ക്കെതിരെ തെളിവുകളില്ലെന്നു പറഞ്ഞ് വൈസ്രോയ് ആയിരുന്ന മിന്റോ പ്രഭു അദ്ദേഹത്തെ പഞ്ചാബിലേക്ക് തിരിച്ചുവരാൻ അനുവദിച്ചു. ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ ഈ 3 പേരും കോൺഗ്രസിലെ തീവ്ര ഇടതുപക്ഷമായി അറിയപ്പെട്ടു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ പാത വെട്ടി തുറക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഈ 3 പേരും. അരബിന്ദോ ഘോഷ്, സുരേന്ദ്രനാഥ ബാനർജി, ബിപിൻ ചന്ദ്രപാൽ എന്നിവരോടൊപ്പം ലാലാ ലജ്പത് റായ് ബംഗാൾ വിഭജനത്തിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വിദേശ ഇന്ത്യക്കാരുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കിയ റായി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് പ്രവാസികളായ ഇന്ത്യക്കാരെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമം ആരംഭിച്ചു. ഈയൊരു ലക്ഷ്യവുമായി റായ് 1914 ഏപ്രിലിൽ ബ്രിട്ടൻ സന്ദർശിച്ചു. എന്നാൽ 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞില്ല. റായ് ഇന്ത്യയിലേക്ക് തിരികെ വരാനുള്ള ശ്രമം ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. റായ് ഇന്ത്യൻ ഹോം ലീഗ് സൊസൈറ്റി ഓഫ് അമേരിക്ക സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്തു. അമേരിക്കയിൽ വെച്ച് അദ്ദേഹം യങ് ഇന്ത്യ എന്നൊരു പുസ്തകം രചിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള നിശിത വിമർശനമായിരുന്നു പുസ്തകത്തിന്റെ ഉള്ളടക്കം. പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലും ബ്രിട്ടനിലും
പുസ്തകം നിരോധിക്കുകയുണ്ടായി. 1920 ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിനു ശേഷമാണ് റായ് ഇന്ത്യയിലേക്ക് തിരികെ വന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്കെതിരെ നടന്ന സമരങ്ങളിലും നിസ്സഹകരണ പ്രസ്ഥാനത്തെ പഞ്ചാബിൽ ശക്തിപ്പെടുത്തുന്നതിലും മുമ്പിൽ നിന്നത് റായ് ആയിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ 1928 ജോൺ സൈമന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും അംഗമായി ഉണ്ടായിരുന്നില്ല. ഇക്കാരണത്താൽ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചു. സൈമൺ കമ്മീഷനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം ആരംഭിച്ചു. 1928 ഒക്ടോബർ 30 കമ്മീഷൻ ലാഹോർ സന്ദർശിച്ചപ്പോൾ ലാല ലജ്പത് റായിയുടെ നേതൃത്വത്തിൽ ഒരു സമാധാനപരമായ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. സമാധാനപരമായി നീങ്ങിക്കൊണ്ടിരുന്ന ജാഥക്കെതിരെ ലാത്തി ചാർജ് നടത്താൻ പോലീസ് സൂപ്രണ്ടായിരുന്ന ജെയിംസ് എ സ്കൗട്ട് ഉത്തരവിട്ടു. ലാത്തി ചാർജിൽ റായിക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തു. പോലീസ് മർദ്ദനത്തിൽ നിന്നേറ്റ മുറിവുകൾ കാരണം 1928 നവംബർ 17 അദ്ദേഹം അന്തരിച്ചു. സ്കൗട്ടിന്റെ മർദ്ദനത്തെ തുടർന്നാണ് റായ് ഗുരുതരാവസ്ഥയിലായതെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ പരാതി നൽകിയെങ്കിലും റായിയുടെ മരണത്തിൽ യാതൊരു പങ്കുമില്ലെന്നു പറഞ്ഞ് അവർ പരാതി തള്ളിക്കളഞ്ഞു. എന്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ്. ലാഹോർ പ്രക്ഷോഭത്തിൽ പോലീസ് മർദ്ദനത്തിനിടയിൽ ലാലാ ലജ്പത് റായ് പറഞ്ഞ വാക്കുകളാണിവ. ഇന്ന് ലാലാ ലജ്പത് റായിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകൻ VK രാജീവൻ മാസ്റ്റർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വല താരമായിരുന്നു ലാലാ ലജ്പത് റായ്. ലാലാജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹം പഞ്ചാബിലെ സിംഹം എന്ന പേരിലും അറിയപ്പെടുന്നു. ആര്യ സമാജത്തിൻ്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. സർവൻസ് ഓഫ് പീപ്പിൾസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപക നേതാവ് കൂടിയാണ്. ദി സ്റ്റോറി ഓഫ് മൈ ഡിപ്പോർട്ടേഷൻ, ആര്യ സമാജ്, അൺഹാപ്പി ഇന്ത്യ, ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ്സ് തുടങ്ങിയ കൃതികൾ ലാലാ ലജ്പത് റായിയുടേതായിട്ടുണ്ട്. സൈമൺ കമ്മീഷന് എതിരായിട്ടുള്ള സമരത്തിൽ ക്രൂരമായ ലാത്തിച്ചാർജിന് അദ്ദേഹം വിധേയനായി. അദ്ദേഹത്തെ ക്രൂരമായി തല്ലിച്ചതക്കുമ്പോൾ അതിന് ദൃക്സാക്ഷിയായിട്ട് വിപ്ലവകാരിയായ ഭഗത് സിംഗ് ഉണ്ടായിരുന്നു. ഭഗത് സിംഗ് അന്നൊരു പ്രതിജ്ഞയെടുത്തു, ഈ ക്രൂരതക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന്. അങ്ങനെ രാജ്ഗുരുവിനെയും ജയ്ഗോപാലിനെയും സുഖദേവിനെയും കൂട്ടി ഭഗത് സിംഗ് ആ പ്രതിജ്ഞ നിറവേറ്റാനുള്ള ശ്രമത്തിനൊരുങ്ങി. 1927 ഡിസംബർ 17 ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ജോൺ സാൻഡേഴ്സ് ഈ വിപ്ലവകാരികളാൽ കൊല്ലപ്പെട്ടു. വിപ്ലവകാരികളുടെ ലക്ഷ്യം പോലീസ് സൂപ്രണ്ടായിരുന്ന ലാത്തിച്ചാർജിന് ഉത്തരവിട്ട ജെയിംസ് സ്കോട്ട് ആയിരുന്നു. എന്നാൽ സാൻഡേഴ്സാണ് വധിക്കപ്പെട്ടത്. ആ കുറ്റത്തിന് പിന്നീട് സുഖദേവിനെയും രാജ്ഗുരുവിനെയും ഭഗത് സിംഗിനെയും തൂക്കിലേറ്റുകയാണ് ചെയ്തത്. പഞ്ചാബിലെ ഏറ്റവും ജനകീയനായ സ്വാതന്ത്ര്യസമര പോരാളിയാണ് ലാലാജി. എല്ലാ വെല്ലുവിളികളെയും അദ്ദേഹം ധീരമായി നേരിട്ടു. രാജ്യത്തിൻ്റെ വികസനത്തിനുള്ള പ്രതിബദ്ധതയ്ക്ക് സേവനത്തിന് അദ്ദേഹം നിലകൊണ്ടു. നല്ല നാളേക്കായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടു. ജ്ഞാനത്തിനും നീതിക്കും ഒഴിഞ്ഞുവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്.
പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉയർത്താൻ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഒരുങ്ങിയ ലാലാജി സ്വയംഭരണം അല്ലെങ്കിൽ സ്വരാജിന് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടിയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. സമരങ്ങൾ വേദനാജനകമായിരിക്കാം, പക്ഷേ അവ പുരോഗതിയിലേക്കുള്ള ചവിട്ടുപടികളാണ്. വ്യക്തിപരമായ നേട്ടത്തിനല്ല, സമൂഹത്തിൻ്റെ കൂട്ടായ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്ന് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. സത്യസന്ധതയോടെ ജീവിക്കുക, നിങ്ങളുടെ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്രമാത്രം പ്രസക്തമാണ് എന്ന് ഓർത്തു നോക്കുക. ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ശുഭ്ര നക്ഷത്രമായിട്ട് എന്നും മനസ്സിൽ ലാലാജിയുടെ പേര് ഉണ്ടായിരിക്കും. അതങ്ങനെ തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഏവർക്കും സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.